Hi, I am Mohammed Shinam from D Technologies. Human body detection, vehicle detection and face recognition എന്നീ AI ഫീച്ചറുള്ള iDS-7208HUHI-M1 എന്ന മോഡൽ ഹിക്വിഷൻ DVRയുടെ ഫേസ് റെക്കഗ്നിഷൻ ഫീച്ചറാണ് നാം ഇന്ന് കാണാൻ പോകുന്നത്. ഫേസ് ഡിറ്റക്ഷൻ, ഫേസ് റെക്കഗ്നിഷൻ ഈ രണ്ട് ടേംസും പലപ്പോഴും മിക്സ് ആകാറുണ്ട്. ഫേസ് ഡിറ്റക്ഷൻ എന്നാൽ ഒരു ഫ്രെയിമിൽ അഥവാ ഒരു സീനിൽ ഒരു ഹ്യൂമൻ ഫേസ് കണ്ടെത്തിയാൽ അത് നോട്ടിഫൈ ചെയ്യുക അല്ലെങ്കിൽ ആ ഡിറ്റക്ട് ചെയ്യുന്ന സംവിധാനമാണ് ഫേസ് ഡിറ്റക്ഷൻ. എന്നാൽ ഫേസ് റെക്കഗ്നിഷൻ എന്നത് അതിലുപരി നമുക്ക് അത് ആരുടെ ഫേസ് ആണ് എന്നോ അല്ലെങ്കിൽ വേറൊരു ഫേസുമായി സാമീപ്യമുണ്ടോ എന്നുള്ളതും കൂടെ അനാലിസിസ് ചെയ്യാൻ പറ്റുന്ന ഒരു കഴിവാണ് ഫേസ് റെക്കഗ്നിഷൻ. സോ നമ്മുടെ ഈ പറഞ്ഞ DVRൽ ഫേസ് റെക്കഗ്നിഷൻ എന്ന ഫീച്ചറാണ് നാം ഇന്ന് കാണാൻ പോകുന്നത്. CCTV സിസ്റ്റം എന്നാൽ ഒരു ക്യാമറയും DVRും ഒരു വയറിലൂടെ കണക്ട് ചെയ്തിട്ട് അത് മൊബൈലിൽ കാണുക എന്നത് മാത്രമല്ല, ഇതുപോലെയുള്ള സ്മാർട്ട് ഫീച്ചേഴ്സ് അതിൻ്റെതായ രീതിക്ക് വിനിയോഗപ്പെടുത്തുക. അതിലുപരി സെക്യൂരിറ്റിക്ക് വേണ്ടി ഇൻസ്റ്റാൾ ചെയ്യുന്ന CCTV നിങ്ങൾ മാത്രമാണോ കാണുന്നത് എന്നത് ഉറപ്പുവരുത്തുക. നിങ്ങളുടെ പ്രൈവസി പ്രൊട്ടക്ട് ചെയ്യുക. അതിനായി എപ്പോഴും ട്രസ്റ്റഡ് ആയിട്ടുള്ള ESAI, AKESSIA പോലെയുള്ള റെക്കഗ്നിഷൻ ഉള്ള പ്രൊഫഷണൽ CCTV ഇന്റഗ്രേറ്റേഴ്സിനെ കൊണ്ട് മാത്രം ഇൻസ്റ്റാൾ ചെയ്യിപ്പിക്കുക എന്നതും ഞാൻ ഇതിലൂടെ കൂട്ടിച്ചേർത്തുന്നു. ഇന്നത്തെ വിഷയം: 1. ഹൗ ടു എനേബിൾ ഫേസ് റെക്കഗ്നിഷൻ. 2. സ്കോപ്പ് ഓഫ് ദിസ് ഫീച്ചർ. 3. ഹൗ ടു യൂസ് ഇറ്റ്. ലെറ്റ്സ് ബിഗിൻ. ബൈ ഡിഫോൾട്ട് നമ്മുടെ DVRൽ മോഷൻ ഡിറ്റക്ഷൻ ഇനേബിൾഡ് ആണ്. അത് ഡിസേബിൾ ചെയ്താൽ മാത്രമേ നമുക്ക് ഫേസ് റെക്കഗ്നിഷൻ ഇനേബിൾ ചെയ്യുവാൻ സാധിക്കുകയുള്ളൂ. സോ അത് എങ്ങനെ എന്ന് നമുക്ക് നോക്കാം. മോഷൻ ഡിറ്റക്ഷൻ ഡിസേബിൾ ചെയ്തിട്ട് സ്മാർട്ട് ഇവൻറ്റിൽ പോയി ഫേസ് കമ്പാരിസൺ ഇനേബിൾ ചെയ്യുക. അത് ഏത് ക്യാമറയ്ക്കാണോ വേണ്ടത് അത് ചെയ്യുക. ഒരു ക്യാമറ മാത്രമേ ഫേസ് റെക്കഗ്നിഷൻ സപ്പോർട്ട് ചെയ്യുകയുള്ളൂ. ഈ ഫീച്ചർ ഉപയോഗപ്പെടുത്തിയിട്ടുള്ള കുറച്ച് ഡെമോ വീഡിയോസ് നമുക്ക് കാണാം. അടുത്ത് എങ്ങനെ ഒരു ഇമേജ് സെർച്ചിനായി ഉപയോഗിക്കാം എന്ന് നോക്കാം. സ്മാർട്ട് അനാലിസിസിൽ ഇതിൽ ഫേസ് പിക്ചർ ഡാറ്റാബേസസ്, ഇതിലാണ് നമ്മൾ ടോട്ടൽ ഇമേജസും അപ്ലോഡ് ചെയ്യുന്നത്. ടോട്ടലി നമുക്ക് 15 ലൈബ്രറീസ്, ഒരു 15 ഫോൾഡറായിട്ട് നമുക്ക് ക്രിയേറ്റ് ചെയ്യാം. അതിൽ ടോട്ടൽ 500 ഇമേജസ് സ്റ്റോർ ചെയ്യാൻ പറ്റും നമുക്ക് DVRൽ. DVRൻ്റെ ഹാർഡ് ഡിസ്കിലാണ് ഇത് സ്റ്റോർ ആകുക. നമുക്ക് കാറ്റഗറി വൈസ് ഫോൾഡേഴ്സ് ക്രിയേറ്റ് ചെയ്യാം. അതിൽ ഇമേജസും ആഡ് ചെയ്യാൻ പറ്റുന്നതാണ്. എക്സാമ്പിൾ ഫാമിലി മെമ്പേഴ്സ്, ഓതറൈസ്ഡ്, ബ്ലാക്ക് ലിസ്റ്റ് എന്നിങ്ങനെ. ഇതിപ്പോൾ എക്സ്റ്റേണൽ USB ഡ്രൈവിലുള്ള ഫയലാണ് ഞാൻ അപ്ലോഡ് ചെയ്യുന്നത്. JPG ഫയലാണ്. എൻ്റെ സെൽഫി ഫോട്ടോ ആണ് ഇപ്പോൾ ഞാൻ ബ്ലാക്ക് ലിസ്റ്റിൽ അപ്ലോഡ് ചെയ്യുന്നത്, ഓതറൈസ്ഡ് ലിസ്റ്റിൽ അപ്ലോഡ് ചെയ്യുന്നത്.
നമുക്ക് ആ ഇമേജിന് വേണ്ട ID ടൈപ്പ് ഡീറ്റെയിൽസ് എല്ലാം കൊടുക്കാം. നെയിം ചെയ്യാം. അടുത്ത് നമുക്ക് സെർച്ച് ചെയ്ത് നോക്കാം. സെർച്ച് ബൈ പിക്ചർ സെലക്ട് ചെയ്യുക. അതിൽ അപ്ലോഡ് ഇമേജ്, നമ്മുടെ ലൈബ്രറിയിൽ വേണ്ട ഇമേജ് സെലക്ട് ചെയ്ത് കൊടുക്കാം. ഒരു സെർച്ചിങ്ങിൽ മാക്സിമം 5 ഇമേജസ് ആഡ് ചെയ്യാം. 5 വ്യത്യസ്തമായ ആൾക്കാരുടെ ഇമേജസ് ആഡ് ചെയ്യാം. ഇല്ലെങ്കിൽ ഒരു വ്യക്തിയുടെ തന്നെ പല ഇമേജസും ആഡ് ചെയ്ത് കൊടുക്കാം. നമുക്ക് സെർച്ചിങ്ങിനായി ഫ്രം ഡേറ്റ് ടൈം ആൻഡ് എൻഡ് ഡേറ്റ് ടൈം സെലക്ട് ചെയ്ത് കൊടുക്കാം. അതുപോലെ തന്നെ സിമിലാരിറ്റി, നാം അപ്ലോഡ് ചെയ്യുന്ന ഫേസ് ഇമേജിൻ്റെ എത്രത്തോളം മിനിമം എത്രത്തോളം സിമിലർ വേണം എന്നുള്ളത് സെലക്ട് ചെയ്ത് കൊടുക്കാം. സിമിലാരിറ്റീൻ്റെ വാല്യൂ കുറയും തോറും കൂടുതൽ ഇമേജസാണ് നമുക്ക് റിസൾട്ടിൽ ഉണ്ടാകുക. അതായത് ചെറുതായിട്ട് സാദൃശ്യമുണ്ടെങ്കിലും അത് റിസൾട്ടിൽ ഉണ്ടാകും. ഇനി ഒരു പർട്ടിക്കുലർ ഫേസ് അല്ലെങ്കിൽ ഡാറ്റാബേസിലുള്ള ഒരു ഫേസ് റെക്കഗ്നൈസർ ആയാൽ എങ്ങനെ ആക്ഷൻ ട്രിഗർ ചെയ്യാം എന്ന് നോക്കാം. സ്മാർട്ട് ഇവൻറ്റ് സെറ്റിങ്സിൽ ഫേസ് കമ്പാരിസൺ ഓൾറെഡി ഇനേബിൾഡ് ആണ്. ആൻഡ് ആക്ഷൻസ് നമ്മൾ നോക്കാം. അതിൽ ആദ്യം പാരാമീറ്റർ, ആക്ഷൻ പാരാമീറ്ററിൽ ലൈബ്രറി സെലക്ട് ചെയ്ത് കൊടുക്കുക. ഏത് ഇമേജ് ഫോൾഡറാണ് നമുക്ക് വേണ്ടതോ അത് സെലക്ട് ചെയ്ത് കൊടുക്കുക. നെക്സ്റ്റ് ആർമിംഗ് ഷെഡ്യൂൾ, നമുക്ക് ടൈം ആൻഡ് ഡേയ്സ് സെലക്ട് ചെയ്ത് കൊടുക്കാം. ഏത് സമയത്ത് മാത്രം ഇത് ട്രിഗർ ആവണം എന്നുള്ളത് നമുക്ക് സെലക്ട് ചെയ്യാം. ഇത് ലിങ്കേജ് മെത്തേഡ്, ഫേസ് മാച്ച്ഡ്. ഇപ്പോൾ നാം സെലക്ട് ചെയ്തിട്ടുള്ള ലൈബ്രറിയിലുള്ള ഫേസ് മാച്ച് ആയാൽ എന്തൊക്കെ ആക്ഷൻസാണ് എടുക്കണം എന്നുള്ളത് ഇതിലാണ് സെലക്ട് ചെയ്യേണ്ടത്. ഒന്നാമത്തേത് ഫുൾ സ്ക്രീൻ മോണിറ്ററിങ്. ഫേസ് റെക്കഗ്നൈസർ ആയാൽ ആ ക്യാമറ ഫുൾ സ്ക്രീൻ ആകും. ഓഡിബിൾ വാർണിംഗ് സെലക്ട് ചെയ്താൽ DVRലെ ബീപ്പ് സൗണ്ട് ട്രിഗർ ആകും. നോട്ടിഫൈ സർവൈലൻസ് സെൻറ്റർ അത് സെലക്ട് ചെയ്ത് കൊടുത്താൽ ഹിക്കണക്ട് പോലെയുള്ള ആപ്പിലുള്ള പുഷ് നോട്ടിഫിക്കേഷൻ ട്രിഗർ ആകും. പിന്നെയുള്ളത് ഇമെയിൽ സെൻഡ് ചെയ്യാനുള്ളതും അതുപോലെ ക്ലൗഡിൽ ക്യാപ്ചേർഡ് ഇമേജ് അപ്ലോഡ് ആവാനുള്ള ഓപ്ഷൻസാണ്. ഇത് ഫേസ് മിസ്മാച്ച് ആയാൽ നമ്മൾ കൊടുത്തിട്ടുള്ള ഡാറ്റാബേസും ഫേസ് ഡിറ്റക്റ്റ് ചെയ്തിട്ടുള്ള ഫേസും മിസ്മാച്ച് ആണെങ്കിൽ, കമ്പയർ ചെയ്തിട്ട് മിസ്മാച്ച് ആണെങ്കിൽ എന്ത് ആക്ഷൻസ് എടുക്കണമെന്നുള്ളതിൻ്റെ സെറ്റിങ്സാണ്. സെറ്റിങ്സ് കഴിഞ്ഞാൽ അപ്ലൈ ക്ലിക്ക് ചെയ്യുക. നമുക്കൊരു ഡെമോ നോക്കാം. ഇതിൽ എൻ്റെ ഫേസ് മാത്രമാണ് അപ്ലോഡ് ചെയ്തിട്ടുള്ളത്. എൻ്റെ ഫേസ് മാച്ച് ആയാൽ ട്രിഗർ ആകും. വേറെ ആരെങ്കിലും വന്നാൽ ആക്ഷൻസ് ഒന്നും ഉണ്ടാവില്ല. ഫുൾ സ്ക്രീൻ മോണിറ്ററിങ് ആക്ഷനാണ് ഞാൻ ട്രിഗർ ചെയ്തിട്ടുള്ളത്. നോട്ടിഫൈ സർവൈലൻസ് സെൻറ്ററും എനേബിൾ ചെയ്തിട്ടുണ്ട്. അതുപോലെ നമുക്ക് ഫേസ് റെക്കഗ്നിഷൻ ലൈവായിട്ടും മോണിറ്ററിങ്ങും ചെയ്യാം. നമുക്ക് ഫേസ് റെക്കഗ്നിഷൻ ടാബ് വഴി
ടോട്ടലി ലൈവ് മോണിറ്റർ ചെയ്യാം. ഈ വിൻഡോയിൽ നമുക്ക് ഫേസ് റെക്കഗ്നിഷൻ നോക്കാം. ഫേസ് മാച്ച് ആയതും മിസ് മാച്ച് ആയതും വേർതിരിച്ചറിയാൻ പറ്റും. മാച്ച്ഡ് എന്നാൽ ഫേസ് ഓൾറെഡി ഡാറ്റാബേസിലുള്ളതും അൺരജിസ്റ്റേർഡ് എന്നാൽ ആ ഫേസ് റെക്കഗ്നൈസ് ആകാത്തതാണ്. അതായത് നമ്മുടെ ഡാറ്റാബേസിൽ ഇല്ലാത്ത ഒരു ഫേസ് ആണെന്നാണ് ഉദ്ദേശിക്കുന്നത്. നമുക്കിതിലൂടെ പഴയ റെക്കോർഡും സെർച്ച് ചെയ്യാവുന്നതാണ്. അവൻ അറ്റൻഡൻസ് പോലെയും നമുക്ക് ഉപയോഗിക്കാം. ലൈബ്രറിയിൽ നാം സേവ് ചെയ്തിട്ടുള്ള ഫേസിൽ ആരൊക്കെ ഇന്ന് ക്യാമറയിലൂടെ കടന്നു പോയിട്ടുണ്ടെന്നുള്ളത് നമുക്ക് ചെക്ക് ചെയ്യാവുന്നതാണ്. ആ റിസൾട്ട് നമുക്കൊരു അറ്റൻഡൻസ് റിപ്പോർട്ട് പോലെയാണ് കിട്ടുന്നത്. ഈ സെറ്റിംഗ്സ് ടാബിലൂടെ നമുക്ക് ഡിസ്പ്ലേ എങ്ങനെ വേണമെന്നുള്ളത് സെറ്റ് ചെയ്യാം. ഫേസ് മാച്ചായാൽ ഡിസ്പ്ലേ ചെയ്യണോ ഹൈഡ് ചെയ്യണോ, ഫൈൽഡ് ഫേസ് ഡിസ്പ്ലേ ചെയ്യണോ ഹൈഡ് ചെയ്യണോ, ഡിസ്പ്ലേ ചെയ്യുന്ന ഫേസ് ക്യാപ്ചർ ചെയ്തത് വേണോ, നമ്മുടെ ലൈബ്രറിയിലുള്ള പിക്ചർ വരണോ എന്നുള്ളതും കൂടെ നമുക്കിതിൽ സെറ്റ് ചെയ്യാവുന്നതാണ്. ഫേസ് റെക്കഗ്നിഷൻ എന്ന ഒരു ഫീച്ചറുടെ കാര്യങ്ങൾ മാത്രമാണ് ഈ വീഡിയോയിൽ പങ്കുവച്ചിട്ടുള്ളത്. ഒരു പക്ഷേ പൂർണ്ണമായി മനസ്സിലാകാത്തവരുണ്ടാകാം. ഈ മോഡൽ DVR ഇൻസ്റ്റാൾ ചെയ്തിട്ടുള്ളവർ ഈ കോൺഫിഗറേഷൻ എല്ലാം ഒന്ന് പ്രാക്ടിക്കലി ചെയ്തൊന്ന് ശ്രമിച്ച് നോക്കുക. നോൺ ടെക്നിക്കലായിട്ടുള്ള കസ്റ്റമേഴ്സ് ഈ ഫീച്ചേഴ്സ് എനേബിൾ ചെയ്യുവാൻ നിങ്ങളുടെ അടുത്തുള്ള പ്രൊഫഷണലായിട്ടുള്ള CCTV ഇൻ്റഗ്രേറ്റേഴ്സിനെ കൊണ്ട് ഇൻസ്റ്റാൾ ചെയ്യുക.